കോൺഗ്രസ് ഇനി ഇപ്പോൾ എന്തൊക്കെ വന്നാലും നന്നാകില്ല എന്ന് ശപഥം ചെയ്തിരിക്കുകയാണ്. ഒരാൾ മറ്റൊരാളിനേക്കാൾ മുന്നിലാകരുതെന്ന വാശിയാണ് അവർക്ക്. അതാണ് പലതവണയും അവരുടെ പാർട്ടിയിൽ വിള്ളൽ ഉണ്ടാകാനുള്ള കാരണവും. ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ UDF ഘടക കക്ഷികളിലും കടുത്ത ഭിന്നതയാണ് ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്നത്. വയനാട് ലോക്സഭാ സീറ്റ് മുസ്ലിം ലീഗിനല്ലെന്നും രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നതെന്നും പറഞ്ഞ കെ മുരളീധരൻ MP നിലപാടിൽ ശക്തമായ പ്രതിഷേധമാണ് ലീഗ് അണികൾക്കുള്ളത്. സോഷ്യൽ മീഡിയയിലൂടെ അത് അവർ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. 3 സീറ്റിന് അർഹതയുണ്ടെന്ന വാദത്തിൽ ഇപ്പോഴും ലീഗ് ഉറച്ചു നിൽക്കുകയാണ്. വയനാട് തന്നെയാണ് അതിനായി അവർ നോട്ടമിട്ടിരിക്കുന്ന മണ്ഡലം. ഏത് രാഷ്ട്രീയ കാലാവസ്ഥയിലും വയനാട്ടിൽ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ലീഗിനുള്ളത്. എന്നാൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ വയനാട് ആവശ്യപ്പെടേണ്ടതില്ലെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം. ഈ നിലപാടാകട്ടെ ലീഗ് അണികൾക്ക് ദഹിക്കുന്നതുമല്ല. ലീഗ് ഒഴികെ മറ്റൊരു UDF ഘടകകക്ഷിയും തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. UDFൽ 16 സീറ്റുകളാണ് കോൺഗ്രസ് മത്സരിക്കുക. ലീഗ് 2 സീറ്റുകളിലും RSP, കേരള കോൺഗ്രസ് എന്നീ പാർട്ടികൾ ഓരോ സീറ്റുകളിലും മത്സരിക്കും. കൊല്ലത്ത് വീണ്ടും സിറ്റിംഗ് MP ആയ പ്രേമചന്ദ്രനെ വിജയിപ്പിക്കാനാണ് RSP തീരുമാനം. ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനമുള്ള കൊല്ലത്ത് ഇടതിന്റെ സ്ഥാനാർത്ഥി ആരാകുമെന്നതും ഇത്തവണ വിധി എഴുതുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകമായിരിക്കും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് കോട്ടയം സീറ്റിൽ മത്സരിക്കുക. ജോസഫ് ഗ്രൂപ്പിന് സീറ്റുകൾ നൽകാൻ KPCC തലത്തിൽ ധാരണയായിട്ടുണ്ടെങ്കിലും DCC ഭാരവാഹികൾ ഈ നീക്കത്തിന് എതിരാണ്. കോൺഗ്രസ് മത്സരിക്കണമെന്നതാണ് അവരുടെ നിലപാട്. കോൺഗ്രസ് ഗ്രൂപ്പിന് സ്വാധീനമില്ലെന്നും സ്വാധീനമുള്ള വിഭാഗം ഇടതുപക്ഷത്തിനാണെന്നുമാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം വാദിക്കുന്നത്. ജില്ലയിലെ പാർട്ടിയുടെ ഈ എതിർപ്പുകളെ തള്ളി ജോസഫ് ഗ്രൂപ്പ് സീറ്റു നൽകിയാൽ കോട്ടയത്തും പാരവെപ്പിന് നല്ല സാധ്യതയാണ് ഉള്ളത്. മുൻ ഇടുക്കി MP കൂടിയായ ഫ്രാൻസിസ് ജോർജിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാനാണ് PJ ജോസഫിന് താല്പര്യമുള്ളത്. എന്നാൽ ഈ നീക്കത്തിനോട് മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് താല്പര്യക്കുറവുണ്ട്. ജില്ലാ നേതാക്കളെ സ്വാധീനിച്ച് ഫ്രാൻസിസ് ജോർജിനെ തഴയാനുള്ള നീക്കമാണ് ഈ വിഭാഗം ഇപ്പോൾ നടത്തിവരുന്നത്. ഇതിനായി റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനും KM മാണിയുടെ മരുമകനുമായ MP ജോസഫിനെ രംഗത്തിറക്കാനാണ് ശ്രമം. KM മാണിയുടെ കുടുംബത്തിൽ ഇന്നൊരാൾ മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കുമെന്നാണ് MP ജോസഫിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. മത്സരിക്കാൻ തനിക്ക് അയോഗ്യതയൊന്നുമില്ലെന്ന് MP ജോസഫും ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. KM ജോർജിന്റെ മകനെ വെട്ടാൻ KM മാണിയുടെ മരുമകൻ വരട്ടെ എന്ന നിലപാടുമായി കോൺഗ്രസിന്റെ പിന്തുണ തേടിയും അണിയറയിൽ ശക്തമായ നീക്കമാണ് നടക്കുന്നത്. കോട്ടയം സീറ്റിൽ ഫ്രാൻസിസ് ജോർജ് സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പിച്ച ഘട്ടത്തിലാണ് മറുപക്ഷത്തിന്റെ മിന്നൽ നീക്കങ്ങളും സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.